Hello everyone, welcome to Exam While Learning. നമ്മൾ മിഷൻ ഒളിമ്പ്യാഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ബയോളജിയുടെയും ഒക്കെ ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യനുകൾ നമ്മളിവിടെ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മളൊരിക്കലും സ്കൂളിലെ എക്സാമിൻ്റെ ഒരു സാധാരണ ക്വസ്റ്റ്യൻ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. നല്ല ഹയർ ലെവലിലുള്ള നല്ല കോൺസെപ്റ്റുകൾ ക്ലിയർ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റോമിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ചോദ്യം കാണുമ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുഴപ്പമില്ല, നമ്മളുടെ ആൻസർ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: Elements X and Y have octet configuration in their L shell after forming stable di-positive and di-negative ions respectively. അപ്പോൾ എക്സ് എന്നും വൈ എന്നും പേരുള്ള രണ്ട് എലമെൻറ്റുകളുണ്ട്. ഈ എക്സും വൈയും എന്താണ്, ഒക്റ്ററ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൽ ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യും. അഥവാ എൽ ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ എൽ അല്ലേ, അതിൽ 8 ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഷെല്ലിൽ 2,8 ആയിരിക്കും ഉണ്ടാവുക. എപ്പോൾ ഡൈ പോസിറ്റീവ് ചാർജ് ആണ് എക്സ്, അപ്പോൾ അയാൾ 2+ ആണ്. എന്നാൽ വൈയും ഇതേപോലെ തന്നെയാണ്, 2,8 ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പ്രത്യേകത എന്താ, അയാൾ ഡൈ നെഗറ്റീവ് ചാർജ് ആണെന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്ക് മക്കളെ, ഏത് എലമെൻ്റ് ആണ് ഈ രൂപത്തിൽ വരിക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് എക്സും വൈയും മാറ്റി യഥാർത്ഥത്തിലുള്ള എലമെൻ്റ് ആരായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ആലോചിച്ചാൽ ബാക്കിയുള്ള ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ദ റെസ്പെക്റ്റീവ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ സക്സീഡിങ് എലമെൻറ്റ് ഓഫ് എക്സ് ആൻഡ് ദ പ്രിസൈഡിങ് എലമെൻറ്റ് ഓഫ് വൈ. എങ്കിൽ എക്സ് എന്ന് പറയുന്ന ആളുടെ നെക്സ്റ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്, വൈ എന്ന് പറയുന്ന ആളുടെ തൊട്ടു മുമ്പിലുള്ള പ്രിസൈഡിങ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഏത് മെറ്റലാണ് അല്ലെങ്കിൽ ഏത് എലമെൻ്റ് ആണെടാ 2+ ചാർജ് കൊടുത്തുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അഥവാ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 2,8,2 ആയിരുന്നു. അതാരാ, നമ്മളെ മഗ്നീഷ്യമാണ്. അറ്റോമിക് നമ്പർ 12 വരുമ്പോഴാണ് 2,8,2 എന്ന് പറയുന്നത്. ഈ 2 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ആറ്റം അല്ലേ, ഈ പറഞ്ഞതിൽ സക്സീഡിങ് ആയ ആറ്റം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം കഴിഞ്ഞ പിന്നെ ആരുള്ളത്, അലുമിനിയം. അലുമിനിയം 13 ആണ് അറ്റോമിക് നമ്പർ വരിക. 13 എന്ന് പറഞ്ഞാൽ 2,8,3 ആയിരിക്കും വരിക. നമ്മളെ ഓപ്ഷൻ ബിയിലുള്ള ഇതാണ് വരിക. എന്നാൽ 2,5 വൈയുടേതിൻ്റെ ആൻസർ കറക്റ്റായി കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. വൈ എപ്പോഴാണ് 2,8 ആയത് അല്ലേ, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് വൈ, 2,6 ആണുള്ളത്. അതിലേക്ക് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് 2,8 ഉള്ളത്. അതിൻ്റെ പ്രിസൈഡിങ് എലമെൻറ്റ് 2,6 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 8 നമ്മളെ ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ മുമ്പുള്ള ആറ്റം ആരാടാ, നൈട്രജൻ. അറ്റോമിക് നമ്പർ 7 വരുമ്പോൾ എങ്ങനെ വരിക, 2,5 എന്നായിരിക്കും വരിക അല്ലേ, 2,5. കണ്ടോ, 2,8,3 2,5. റെഡിയാണല്ലോ. അപ്പം ഈ രൂപത്തിൽ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ടുണ്ടാവുക. ഓക്കെ, എങ്കിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇവിടെ 3 സ്പീഷീസുകൾ, ചിലത് ആറ്റമാണ്, ചിലത് അയോൺ ആണ്. പി അതിൻ്റെ സ്കീമാറ്റിക് ബോർ മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. Q2 - R3-. അതിൻ്റെയൊക്കെ ചിലതിൻ്റെ മാസ് നമ്പർ ഫില്ല് ചെയ്യാൻ, ചിലതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ന്യൂട്രൽ ആറ്റം, അതിൻ്റെ വാലൻസ് ഷെല്ല് ഏതാണ്, ABCD ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് വരിക. പി എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. പി ഇവിടെ ഒരു നോർമൽ ആറ്റമാണ്. അതിൽ 6 ന്യൂട്രോൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, ടോട്ടൽ ഇതിൽ കാണാൻ പറ്റും 5 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും
അല്ലേ മാസ് നമ്പർ എന്ന് പറയുന്നാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അല്ലേ നമ്പേഴ്സ് കൂട്ടിയതാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ്, അപ്പോൾ അവിടെ 5 ആണ് വരിക. ന്യൂട്രോൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും 11 ആയിരിക്കും ഇയാളുടെ മാസ് നമ്പർ. മാസ് നമ്പറിനെ നമ്മൾ സാധാരണ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ 11 ആണ് എ ഒന്നാമത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ ക്വസ്റ്റ്യൻ? Q2 മൈനസ് ആണ്, മാസ് നമ്പർ 18 ആണ്. ആലോചിച്ച് നോക്കടാ, Q2 മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒന്നാമത്തെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് കാണാൻ പറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും എത്രയേ ഉള്ളൂ? 2,6 ഉള്ളൂ. 2 ഇലക്ട്രോണും കൂടി ആഡ് ചെയ്തപ്പോഴാണ് മക്കളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയത്. അപ്പോൾ 2,6 എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം, Q എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ഇലക്ട്രോൺ ആണ്, അഥവാ 8 പ്രോട്ടോൺ ആണ്. 8 ഇലക്ട്രോണും 8 പ്രോട്ടോണും. മാസ് നമ്പർ ഓൾറെഡി 10 തന്നിട്ടുണ്ട്. 10 + 8 എത്ര വരും? 18 എന്നാണ് മാസ് നമ്പർ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് കറക്റ്റ് ഇവിടെ കിട്ടി. എത്രയാണ് വരിക? 8 ആയിരിക്കും വരിക. ഓക്കെ, 8 ആണ് വരിക. അപ്പോൾ ഞാനവിടെ കറക്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ 8 വന്നു, ഇവിടെ എത്ര വന്നു? നേരത്തെ പറഞ്ഞ പോലെ 11 വന്നു. ഓക്കെ, ഇനി അത് ഏത് ഷെല്ലിലായിരിക്കും ഉണ്ടാവുക? വാലൻസ് ഷെല്ല്. നോക്കിയേ, ഇതിന് വെറും 2 ഷെല്ലേ ഉള്ളൂ. ഇത് K ഷെല്ല്, L ഷെല്ല്. അപ്പോൾ ആൻസർ എന്താ വരിക? L ആയിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. R3 മൈനസ് ആണ്. നോക്കിയേ, ഇവിടെ 3 ഷെല്ലുകളുണ്ട്, K, L, M ഉണ്ട്. R3 മൈനസ് തേർഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, അതിലെ 3 ഇലക്ട്രോൺ ആഡ് ചെയ്തതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ശരിക്കുള്ള ആറ്റത്തിൻ്റെത് വരികയാണെങ്കിൽ അല്ലെ, R എന്ന് പറയുന്ന ആള് 2,8, 3 ഇലക്ട്രോൺ മൈനസ് ചെയ്യടാ. 8ൽ നിന്ന് 3 ഇലക്ട്രോൺ മൈനസ് ചെയ്താൽ 5 ആയിരിക്കും കിട്ടുക. 2,8, 5 ആണ് കിട്ടുക. അത് എത്രയായിരിക്കും മക്കളെ? അറ്റോമിക് നമ്പർ 15 ആയിരിക്കും വരിക. 15 ഇലക്ട്രോൺ അഥവാ 15 പ്രോട്ടോൺ, അറ്റോമിക് നമ്പർ 15 ആണ് വരിക. അപ്പോൾ ഈ പറഞ്ഞ 15 പ്രോട്ടോണിൻ്റെ കൂടെ മാസ് നമ്പർ കൊടുത്തിട്ട്, ന്യൂട്രോണിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് 16 ആണ്. 15ൻ്റെ കൂടെ 16 കൂടി ആഡ് ചെയ്താൽ, പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ ന്യൂട്രോണിൻ്റെ നമ്പർ ആഡ് ചെയ്താൽ 31 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. 31 എന്നുള്ള ആൻസർ ഇവിടെ വരും, ഈ പറഞ്ഞ മാസ് നമ്പറിൻ്റെ അവിടെ വരും. 3 ഷെല്ലുള്ളത് കൊണ്ട് തന്നെ M ഷെല്ലായിരിക്കും. അപ്പോൾ നോക്കിയേ, 11, 8, 11, 8, L, 11, 8, L, 31 ആൻഡ് M ഷെൽ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ എപ്പോഴും നമുക്കറിയുന്ന 2 കാര്യമുള്ളൂ. ഇവിടെ മാസ് നമ്പർ വെച്ചുകൊണ്ട് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആനയോൺസ് ആണ്, അപ്പോൾ അതിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്തതാണ്. ആ ഇലക്ട്രോണിനെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. എങ്കിൽ നിങ്ങൾക്കിതാ ഒരു ചോദ്യം. ഇത് 2013 ജൂനിയർ സയൻറ്റിസ്റ്റ് ഒളിമ്പ്യാഡിൽ ചോദിച്ച ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക് നമ്പർ ആണല്ലോ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി ആറ്റത്തിൻ്റേത് അല്ലെങ്കിൽ എലമെൻറ്റിൻ്റേത് ഉണ്ടാക്കുന്നത്. എങ്കിൽ ഈ പറഞ്ഞ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ആർ ഫ്രം ദ സെയിം ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? ഈ പറഞ്ഞതിൽ ഏതൊക്കെ ആറ്റംസ് ആണ് സെയിം ഗ്രൂപ്പിൽ വരുന്നത് എന്ന് ABCD ഓപ്ഷൻ നോക്കുക. അറ്റോമിക് നമ്പർ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിലെ ആരെല്ലാം പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കൃത്യമായി കാര്യം അറിയുന്നവർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വളരെ ഈസിയാണ്. സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റുകൾ ഇതിൽ ആരെല്ലാമാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള എക്സാമുകൾ, കോമ്പറ്റീഷൻ എക്സാം എഴുതുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.